നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച അതേ കുറിവാക്യം തന്നെ ലൂക്കോസിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. യേശു ആത്മാവിന്റെ ശക്തിയുടെ ഗലീലയ്ക്ക് മടങ്ങി വന്നു അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും വരുന്നു. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ യേശു ആത്മാവിന്റെ ശക്തി, അപ്പൊ നമ്മൾ കണ്ടായിരുന്നു ആത്മാവിന്റെ ശക്തി പ്രാപിക്കുന്നതിനെ കുറിച്ച്. അപ്പൊ 5-ാം അധ്യായത്തിൽ ലൂക്കോസിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ പറയുന്ന 17 ലാസ്റ്റ് വരുന്നത് സൗഖ്യമാക്കാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ യേശു ആത്മാവിന്റെ ശക്തിയോടെ കടന്നു വന്ന് പറയുമ്പം സൗഖ്യമാക്കാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും വേണ്ട സംഭവം ഇതാണ്. കാരണം സൗഖ്യമാക്കാനായിട്ട് നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ ഹല്ലേലൂയ സൗഖ്യമാക്കാൻ കർത്താവിന്റെ ശക്തി നമ്മളോട് നമ്മൾ പല പ്രാവശ്യം പരിശുദ്ധാത്മാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിനാലും ശക്തിയല്ല യേശു കർത്താവിനെ കുറിച്ച് അവനെ ദൈവം ആത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. പത്രോസൊക്കെ പ്രസംഗിക്കാൻ പറയുന്നതാണ് കർത്താവ് അവനെ ആത്മാവിനാലും ശക്തിയാലും. പക്ഷെ അപ്പൊ ആത്മാവും ശക്തിയും രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കണം. ആത്മാവിനെ നമ്മൾ പ്രാപിക്കുന്നുണ്ട്, പരിശുദ്ധാത്മ അഭിഷേകം നമ്മൾ പ്രാപിക്കാറുണ്ട്. അല്ല, അത് ആത്മാവിനെ പക്ഷെ ശക്തി അതല്ല. അതുകൊണ്ട് തന്നെയാ യേശു കർത്താവ് ഭൂമിയിൽ നിന്ന് ഹല്ലേലൂയ സ്വർഗ്ഗാരോഹണം ചെയ്യും മുമ്പ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ ശക്തി പ്രാപിക്കണം. ഹല്ലേലൂയ. നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് യേശു കർത്താവ് ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ആത്മാവിനെ പ്രാപിക്കാമെന്ന് ശിഷ്യന്മാരുടെ മേൽ ഊതി എന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പലരും ചോദിക്കാറുണ്ട് പിന്നെ എന്തേ അപ്പോസ്തലർ പ്രവർത്തിക്കാറുണ്ട് വീണ്ടും ആത്മാവിനെ പ്രാപിച്ച്. അപ്പൊ അവിടെ അവർ പ്രാപിച്ച് ആത്മാവാണെങ്കിൽ ഇവിടെ അവർ പ്രാപിച്ച് ആത്മാവിന്റെ ശക്തിയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തി എപ്പോഴും നമുക്കറിയാം. ഞാൻ എപ്പോഴും പറയേണ്ട അന്യഭാഷ അടയാളത്തോട് നമുക്ക് ലഭിക്കുന്നതാണ് ആത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത്. അത് വരുമ്പം മറ്റുള്ളവർക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. കാരണം അത് മാനിഫെസ്റ്റ് നമ്മുടെ ശരീരത്തിൽ അതിന്റെ ചലനങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോൾ ചൂട് പോലെ ശക്തി പോലെ നമ്മൾ ചിലപ്പോൾ മറിഞ്ഞു വീഴും, ശരീരം ഷിവർ ചെയ്യും. ഇതൊക്കെ സംഭവിക്കുന്ന ആത്മാവിന്റെ ശക്തി നമ്മളിലേക്ക് വരുമ്പോഴാണ്. അപ്പൊ ഈ ശക്തിയെ കൂട്ടിയാണ് സകലവിധ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തനം വെച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നതാണ് ശക്തി. ഹല്ലേലൂയ. ഇത് പണ്ട് വിശദമായ ക്ലാസ് എടുത്തിട്ടുള്ള ഞാൻ ഓടിപ്പോ നമ്മൾ നേരത്തെ ഒത്തിരി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇന്ന് പലർക്കും അജ്ഞതയാണ് ആത്മാവിനെ കുറിച്ച്. പരിശുദ്ധാത്മാവ് എങ്ങനെയൊക്കെ പ്രവർത്തിക്കും, എന്താണ് ഇത് വന്നു കഴിഞ്ഞ് എന്ത് ചെയ്യും, മറിഞ്ഞു വീഴുന്നത് പരിശുദ്ധാത്മാവാണോ ദുരാത്മാവാണോ, ഇതൊക്കെ ഭയങ്കര കൺഫ്യൂഷൻ. കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ പറഞ്ഞു ഒരുപാട് ഹല്ലേലൂയ ആൾക്കാരൊക്കെ തെറ്റിദ്ധാരണയുണ്ട്. ആൾക്കാർ പലപ്പോഴും അറിയാതെ ഒരുപാട് ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അവിടെ നമ്മൾ കാണുന്ന യേശു കർത്താവ് ആത്മാവിന്റെ ശക്തിയുടെ ഗലിയിലേക്കാണ്. അപ്പൊ സൗഖ്യമാക്കാൻ കർത്താവിന്റെ ശക്തി അവനോട് കൂടെ ഉണ്ട്. യേശു കർത്താവ് ആദ്യം ചെയ്ത അത്ഭുതം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, കാനായിലെ കല്യാണ വീട്. നമ്മളെല്ലാവരും പഠിക്കുന്ന യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കാനായിലെ കല്യാണ വീടിനെ കുറിച്ച് വായിക്കുന്നില്ല. വാക്യൊന്നും വായിക്കാനെങ്കിൽ പറഞ്ഞു പോയിക്കോളൂ. കാനായിലെ കല്യാണ വീട്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറയാം നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു കല്യാണമൊക്കെ നടത്തുമ്പോൾ ഒരു ഫുഡൊക്കെ തികഞ്ഞില്ലെങ്കിൽ നമുക്കൊരു നാണക്കേട് അല്ലേ. ഹല്ലേലൂയ. അത് വെച്ചാൽ ആൾക്കാരെല്ലാം നമ്മുടെ ഫുഡൊന്നും തികഞ്ഞില്ല നമുക്കൊരു നാണക്കേട്. പക്ഷേ നമ്മുടെ ആ നാണക്കേടിനെക്കാട്ടി ഒരുപാട് ഇരട്ടിയാണ് യഹൂദന്മാരുടെ കല്യാണത്തിന് വീഞ്ഞ് തികഞ്ഞില്ലെങ്കിൽ. എല്ലാവർക്കും അറിയാം. കാരണം അവരുടെ പ്രസ്റ്റീജിന്റെ പ്രശ്നം. പിന്നെ അവർക്ക് തല ഉയർത്തി മനുഷ്യരുടെ മുമ്പിൽ നടക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം യേശു കർത്താവ് ആദ്യമായിട്ട് അത്ഭുതം പ്രവർത്തിച്ചു. ആദ്യത്തെ അത്ഭുതങ്ങളുടെ അടയാളങ്ങൾ ആദ്യത്തെ അടയാളമായിട്ട് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് കാനായിലെ കല്യാണമാണ്. അവിടെ എന്താ യഥാർത്ഥമായിട്ട് സംഭവിച്ചത്? ആ കുടുംബത്തിന്റെ ഹല്ലേലൂയ തല കുനിയിപ്പിക്കുന്ന പൈശാചിക മണ്ഡലത്തിന്റെ ശക്തി ഹല്ലേലൂയ അതിനെയാണ് യേശു കർത്താവ് അവിടെ ബ്രേക്ക് ചെയ്യുന്നത്. ഹല്ലേലൂയ. അതിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. യേശു കർത്താവ് അക്ഷരാർത്ഥത്തിൽ തലയെ കുനിപ്പിക്കുന്ന ചില അനുഭവങ്ങൾ ഇന്ന് പിടിവെക്കുക. ഇന്ന് ദൈവമക്കൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ വർഷങ്ങളുടെ പഴക്കം പറഞ്ഞിരിക്കുമ്പോഴും ഇന്നും തല കുനിയിപ്പിക്കുന്ന ചില അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് നമുക്ക് ഇതിനെയെല്ലാം ഭേദിച്ച് പുറത്തു വരാൻ പലപ്പോഴും കഴിയാതിരിക്കുന്നതിന്റെ കാരണം നമ്മൾ ഇപ്പോഴും പഴയതും കൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല നമ്മൾ ആത്മാവിന്റെ പുതുക്കത്തിലായിരിക്കണം. ഹല്ലേലൂയ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. ആമേൻ. ആ അക്ഷരത്തിന്റെ പഴക്കത്തിൽ നമ്മൾ ഇരിക്കാതെ ഓരോ ദിവസവും നമ്മൾ പുതുക്കം പ്രാപിക്കണം. അതുകൊണ്ടാണ് യേശു കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞത് ഹല്ലേലൂയ പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലേ പകരാൻ പറ്റത്തുള്ളൂ.
ഹാലേലിയ. പഴയ തുരുത്തിയിലേക്ക് പകർന്നാൽ തുരുത്തി പൊളിഞ്ഞു പോകും. ഹാലേലിയ. അപ്പൊ നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പുതുക്കം പ്രാപിക്കണം. ഓരോ ദിവസവും പുതിയ വീഞ്ഞ് നമ്മളിലേക്ക് വരണം. വീഞ്ഞപ്പോഴും നമുക്കറിയാം അഭിഷേകത്തെ കാണിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവിന്റെ ശക്തിയെ കാണിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ പുതിയ വീഞ്ഞ് നമ്മളിലേക്ക് ഓരോ ദിവസവും, കാരണം ഇന്നലെ ജീവിച്ച കൃപ പോരാ ഇന്ന് നമുക്ക് ജീവിക്കാനായിട്ട്. ഇന്നലെ ജീവിച്ച അഭിഷേകം പോരാ. ഹല്ലേലൂയ. ഒരു പുതുക്കം നമുക്ക് വേണം. ഹല്ലേലൂയ. ശമൂവേലിന്റെ പുസ്തകത്തിനകത്ത് ഞാനത് റെഫറൻസ് ഓർക്കുന്നില്ല. ശമൂവേലിന്റെ പുസ്തകത്തിനകത്ത് ശമൂവേല് പറയുന്നുണ്ട് ഒരുത്ത് ഹല്ലേലൂയ, നമുക്ക് ഒരു മിസ്പയിലെ ആൾക്കാര് വാക്യം 7-ാം അധ്യായം 6 അല്ല 11-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം വായിക്കേ. 14. പിന്നെ ശമൂവേൽ ജനത്തോട്, വരുവീൻ, നാം ഗിൽഗാലിൽ ചെന്ന് അവിടെ വെച്ച് രാജത്വം പുതുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ജനമെല്ലാം ഗിൽഗാലിൽ ചെന്നു. അവർ ശൗലിനെ ഗിൽഗാലിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് രാജാവാക്കി. അവർ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാധാനയാഗങ്ങൾ കഴിച്ചു. ശൗലും ഇസ്രായേലരൊക്കെയും ഏറ്റവും സന്തോഷിച്ചു. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പുതുക്കം നമുക്ക് എല്ലാ ദിവസവും സംഭവിച്ചുകൊണ്ടേയിരിക്കണം. ആ പുതുക്കം നമുക്ക് സംഭവിക്കുന്നില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പരാജയത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഹല്ലേലൂയ. രാജ്യത്വം പുതുക്കുക. രാജ്യത്വം പുതുക്കണം. ഹല്ലേലൂയ. അപ്പൊ 14-ാം വാക്യത്തിൽ പറഞ്ഞ, പിന്നെ ജനത്ത് വരും, നാം ഗിൽഗാലിൽ വെച്ച് അവിടെ രാജ്യത്വം പുതുക്കുന്ന. അവിടെ അങ്ങനെ ഗിൽഗാലിൽ വെച്ച് അപ്പൊ അവിടെ വന്നിട്ട് പറയുന്നത് രാജ്യത്വം പുതുക്കണം. ഹല്ലേലൂയ. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പുതുക്കം പ്രാപിക്കണം. സാധാരണ പുതുക്കം പ്രാപിക്കാനായിട്ട് നമ്മളൊക്കെ സാധാരണ ചെയ്യുന്ന വെച്ചാൽ എന്താ പറയാ, ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിച്ച് ഹല്ലേലൂയ പുതുകാറുണ്ടല്ലേ ഇടയ്ക്കിടയ്ക്കല്ലേ. കാത്തിരുന്ന് എന്നിട്ട് പറയും കഴിയാൻ കാത്തിരുന്ന് ശക്തിയെ പുതുക്കുന്ന പോലെ നമ്മൾ കാത്തിരുന്ന് ശക്തിയെ പുതുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പുതുക്കം എന്തുകൊണ്ടാണ് പുതുക്കം പ്രാപിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ നമ്മുടെ എന്താ പറയാ, ഈ ശമൂവേലിന്റെ പുസ്തകമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന കാര്യം, ശമൂവേലിനെ കുറിച്ച് പറയുന്ന താൻ മുതൽ ബേർഷേബ വരെ ദൈവത്തിന്റെ ശക്തനായ പ്രവാചകനായിരുന്നു. ആ പ്രവാചകൻ, അതിന് മുമ്പ് ഒരു ഇരുണ്ട കാലഘട്ടം, അതിന് ശേഷം ഇരുണ്ട കാലഘട്ടം ഒക്കെ ഉണ്ട്. പക്ഷെ അതിനിടയിലാണ് ശമൂവേലിനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. പുരോഹിതന്റെ കാലത്തൊക്കെ ഹല്ലേലൂയ ജനം ഹല്ലേലൂയ എന്താ പറയാ, ഹല്ലേലൂയ അവിടെ എന്താ യഥാർത്ഥമായിട്ട് ജനം തെറ്റിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവത്തോട് ബഹുമാനമില്ലാത്തൊരു ജനം വന്നിരുന്നു. അവിടെ ഏലി പുരോഹിതന്റെ മക്കളെ കുറിച്ച് പോലും നമ്മൾ കാണുന്നത് ഹല്ലേലൂയ അവിടെ യാഗം കഴിക്കാൻ ചെല്ലുന്നത്, ആ യാഗം ദഹിച്ച് തീരുമ്പോൾ മുൻപ് അവര് എന്താ മുപ്പല്ല് കൊണ്ടുവന്ന് കുത്തിക്കൊണ്ട് പോകുന്ന ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ടറിയാം. അപ്പൊ എന്ന് വെച്ചാൽ ദൈവത്തോട് ബഹുമാനമില്ലാതായി, അങ്ങനെ ദർശനമില്ലാത്തൊരു കാലം, ദൈവത്തിന്റെ അരുളപ്പാടില്ലാത്തൊരു കാലം, ദൈവം ജനത്തോട് സംസാരിക്കാത്തൊരു കാലഘട്ടത്തിൽ കടന്നു പോകുന്ന സമയത്താണ് ശമൂവേൽ വരുന്നത്. ശമൂവേലിന്റെ കാലത്ത് ശമൂവേൽ ദൈവത്തിന് പ്രീതിയുള്ള ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് ദൈവത്തിന്റെ ഹല്ലേലൂയ കൃപാസനത്തിന്, അല്ലെങ്കിൽ എന്താ പറയാ ദൈവത്തിന്റെ ആലയത്തിന്റെ ആ ആലയത്തിനുള്ളിൽ തന്നെ ജീവിതകാലം അങ്ങനെ ആയതുകൊണ്ട് ശമൂവേലിനെ ദൈവം ശക്തമായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ കാണാം. പക്ഷേല് ശമൂവേലിനെ ശക്തമായ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ശമൂവേൽ ഹല്ലേലൂയ വന്ന് യാഗം കഴിക്കുകയും പ്രാർത്ഥിക്കുകയും ഫെലിസ്തീൻ ഹല്ലേലൂയ യുദ്ധത്തിൽ തോൽക്കുകയും ഒക്കെ ചെയ്ത സമയത്താണെങ്കിലും ഇവർക്ക് സ്വസ്ഥ വന്നിട്ടും പക്ഷെ ഇവര് നോട്ടം എങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ ജാതികളിലേക്ക് പോയി. ഹല്ലേലൂയ. അവിടെ അവര് പറയുന്നത് ഞങ്ങൾക്ക് ജാതികളെ പോലെ ഒരു രാജാവിനെ വേണം. അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. ജാതികളെ പോലെ രാജാവിന് വേണം. എല്ലാവരും അപ്പുറത്ത് ജാതികൾക്ക് രാജാവുണ്ട്, അതുപോലെ വേണം. അതുപോലെ തന്നെ ദൈവസഭയിൽ എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഓരോ ദിവസം ആത്മാവിന്റെ ശക്തിയോട് പുതുകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാലയിലെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ദേവദാസന്റെ കൊട്ടേഷൻ തന്നെ എൻ്റെ എടുത്തു പറഞ്ഞിരുന്നു. നമ്മളെ അശുദ്ധരായ നമ്മളെ ദൈവം വിശുദ്ധീകരിച്ച് ഈ അശുദ്ധമായ രാജ്യത്തിൽ തന്നെ ആക്കിയിട്ട് അതിനുള്ളിൽ വിശുദ്ധരായി ജീവിക്കാനാക്കി വെച്ചേക്കുന്നു. നമ്മളെ വിശുദ്ധീകരിച്ചിട്ട് നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയോ വിശുദ്ധമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയൊന്നും ചെയ്തില്ല. ദൈവരാജ്യം എവിടെ നിൽക്കുന്നത്? ഈ ലോകത്തിൽ തന്നെ നിൽക്കുന്നത്. നമ്മൾ ലോകക്കാരായിരുന്നു. ലോകക്കാരെ ദൈവം വിളിച്ചു, നമ്മളെ വേർതിരിച്ചു, അല്ലെ ശുദ്ധീകരിച്ചു. എന്നിട്ട് നമ്മളെ എവിടെയാക്കി? ദൈവരാജ്യം ഈ ലോകത്തിനുള്ളിൽ തന്നെയാണ്. ഹല്ലേലൂയ. ഈ അശുദ്ധമായ ഈ ലോകത്തിൽ തന്നെ നമ്മളെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായി നമ്മളെ അവിടെ ആക്കി. എന്തിനാ?
അശുദ്ധരായി ജീവിക്കാനല്ല, വിശുദ്ധരായി ജീവിക്കാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. അത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം നമ്മുടെ ചുറ്റുപാട് നമ്മൾ കണ്ണു തുറക്കുമ്പോൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഈ ലോകത്തിന്റെ കാര്യങ്ങളാണ്. അവിടെ നമ്മൾ നമ്മുടെ നോട്ടം പലപ്പോഴും ഇസ്രായേൽ ജനം ജാതികൾക്ക് രാജാവ് ഉണ്ടായിരുന്നു നോക്കി ജാതികളുടെ മര്യാദകൾ കണ്ട് ജാതികളെ പോലെ ആകാൻ പലപ്പോഴും ശ്രമിച്ചതുപോലെ അവർ ദൈവത്തോട് പറയുന്നത് തന്നെ, സമൂഹത്തിൽ ഞങ്ങൾക്ക് ജാതികളുടെ രാജാവിനെ പോലെ രാജാവിനെ വേണം. ഹല്ലേലൂയ. അവിടെ അവർക്ക് ദൈവം നേരിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന ശമൂവേൽ അതുപോലെ ദൈവത്തിൽ നിന്ന് കേട്ട് നേരിട്ട് എല്ലാ കാര്യം നടത്തിക്കൊണ്ടിരുന്നപ്പോഴും അവർക്ക് രാജാവിനെ വേണം. എന്താ? ജാതികൾക്ക് രാജാവുണ്ട്, എനിക്ക് രാജാവിനെ വേണം. ഇതുപോലെ ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ നോട്ടം പലപ്പോഴും ജാതികൾ, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ജാതികളിലേക്ക് മാറിപ്പോകുന്നു. ജാതികളുടെ മര്യാദയൊക്കെ ഇതിനകത്തോട്ട് കേറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ദിവസവും അക്ഷരത്തിന്റെ പഴക്കം ഞാൻ 10 വർഷം 15 വർഷം 20 വർഷമായി 25 വർഷം എന്ന് പറഞ്ഞാൽ പോരാ. നമ്മുടെ ജീവിതത്തിൽ ചിലതിനെയൊക്കെ ജയിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഓരോ ദിവസവും ആത്മാവിന്റെ പുതുക്കം നമ്മളിൽ വരണം. ഈ ആത്മാവിന്റെ പുതുക്കം നമ്മൾ വന്നില്ലെങ്കിൽ, ഇപ്പൊ നമ്മുടെ പ്രയർ ഗ്രൂപ്പിൽ തന്നെ പറയാം, എല്ലാ ദിവസവും എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എല്ലാ ദിവസവും എന്തിനാ ഉറക്കൊഴിഞ്ഞിരിക്കുന്നത്? ഹല്ലേലൂയ. പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ് ഈ കാലഘട്ടം. അത് പ്രാർത്ഥന എന്ന് വെച്ചാൽ ആത്മാവിൽ ഉണർന്ന് പ്രാർത്ഥിക്കണം. നമ്മൾ ആത്മാവിൽ ജാഗരിക്കണം, ആത്മാവിൽ പോരണം. കാരണം നമ്മളെ ഞാൻ എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ യേശു കർത്താവിനെ കുറിച്ച് ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ഞാൻ അകത്തേക്ക് വരുമെന്ന്. അതുപോലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. വെൽക്കം ഹോളി സ്പിരിറ്റ് എന്ന് നമ്മുടെ കാര്യങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോഴും ആണ് പരിശുദ്ധാത്മ നമ്മുടെ കാര്യങ്ങൾക്ക് ഇടപെടുന്നത്. പക്ഷേ പിശാചിനെ നമ്മൾ ഒരു ഇൻവിറ്റേഷൻ കൊടുക്കണ്ട. അവൻ എവിടെയെങ്കിലും ശകലം ഗ്യാപ്പ് കിട്ടി അതങ്ങ് നൂഴ്ന്ന് കയറിക്കൊള്ളും. ഹല്ലേലൂയ. ഒരു ചെറിയ ഗ്യാപ്പ് അവൻ എപ്പോഴും നോക്കിയിരിക്കും. എന്തെങ്കിലും ഒരു പഴുത് കിട്ടിയ അവൻ അതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറും. അതുകൊണ്ട് പറയാം, നമ്മൾ എപ്പോഴും പ്രാർത്ഥനയെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും. ഓരോ ദിവസം കഴിയും തോറും പ്രാർത്ഥിച്ചുകൊണ്ട്, കാരണം നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മൾ നിൽക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുപാടുമുള്ള ബന്ധുക്കൾക്ക് വേണ്ടി, ചാർച്ചക്കാർക്ക് വേണ്ടി, ഇതെല്ലാം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ദുരാത്മ മണ്ഡലം ഇന്ന് എപ്പോഴും അവര് മാക്സിമം തകർക്കാൻ വേണ്ടി നോക്കി നിൽക്കുന്നവരാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വളരെ ജാഗ്രത. പക്ഷെ നമുക്ക് ദൈവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്നും പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്കത് വെളിപ്പെടുത്തി തരും. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യണമെങ്കിൽ നമ്മൾ കാണുന്നുണ്ട്. യേശുക്കത്തെ ആദ്യം ചെയ്ത അത്ഭുതം ഖാനായിലെ കല്യാണ വിരുന്ന് നാണക്കേടാക്കി അല്ലെങ്കിൽ മാനക്കേടാക്കി തല കുനിച്ച് നിന്നയാക്കി പരിഹാസമാക്കി നിർത്താൻ വേണ്ടി നോക്കിയൊരു മണ്ഡലമാണെങ്കിൽ പത്രോസ് അപ്പോസ്തലൻ അപ്പോസ്തല പ്രവർത്തിക്കകത്ത് അവർ ആദ്യമായി ചെയ്ത ശുശ്രൂഷ എഴുതപ്പെട്ട ശുശ്രൂഷ, അത്ഭുതങ്ങളും അടയാളം. പക്ഷെ എഴുതപ്പെട്ട ആദ്യത്തെ അത്ഭുതം അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിരുന്ന സുന്ദരം എന്ന ഗോപുരത്തിന്റെ ആലയത്തിന്റെ വാതിക്കൽ ഇരുന്ന മുടന്തനെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നതാണ്. ചില അന്ധകാര ശക്തികൾ ചില പാരമ്പര്യത്തിന്റെ ശക്തികൾ ചില ശക്തികൾ ഇരുത്തിക്കളഞ്ഞ് ആരൊക്കെയോ ചുമന്നുകൊണ്ടൊന്ന് ഇരുത്തുന്ന പോലെ ഒന്ന് എഴുന്നേൽക്കണമെന്ന് വിചാരിച്ച് എഴുന്നേൽക്കാൻ കഴിയാതെ, നിൽക്കണമെന്ന് വെച്ച് നിൽക്കാൻ കഴിയാതെ ഇരുത്തിക്കളഞ്ഞ മണ്ഡലത്തെയാണ് പിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ. ഇതുപോലെ നമ്മുടെയൊക്കെ ജീവിതം എടുത്തു നോക്കിയാൽ നമ്മൾ എത്രയൊക്കെ വിചാരിച്ചാലും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നില്ല. എത്രയൊക്കെ വിചാരിച്ചാലും ഇരുത്തിക്കളയുന്ന ചില മേഖലകളുണ്ട്. അവിടെ നമുക്ക് അവിടെ പത്രോസ് പരിശുദ്ധാത്മന്റെ ശക്തിയോടെയാണ് ആ മനുഷ്യനെ കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ചിലപ്പോൾ നമ്മളെ ആയിരിക്കും നമ്മുടെ ജീവിതമായിരിക്കും, നമ്മുടെ തലമുറ നമുക്ക് പലപ്പോഴും സമയങ്ങളിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിയുന്നില്ല. എത്ര എഴുന്നേൽക്കണമെന്ന് വിചാരിക്കുമ്പോഴും ഒന്നിനൊന്നിന് ഇരുന്നു പോവുകയാണ് ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ പ്രാർത്ഥിക്കും പക്ഷേ അവരുടെ ജീവിതത്തിൽ അവർ ഒന്നിനൊന്നിന് വിഷയങ്ങളിലൂടെ അല്ലെ പ്രശ്നങ്ങളിലൂടെ അവർ അകത്തേക്ക് പോകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഒരു പ്രശ്നം മാറാൻ വേണ്ടി പ്രാർത്ഥിച്ച് മറ്റൊരു പ്രശ്നം കൂടെ ആയിരിക്കും വരുന്നത്.
ഹാലേലിയ. എന്തുകൊണ്ടാ അത് വരുന്നതെന്ന് വെച്ചാൽ അവിടെ ശക്തി പ്രാപിക്കും. നമ്മൾ പ്രാർത്ഥിച്ചാൽ, ഞാൻ എപ്പോഴും പറയും, നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മേലുള്ള അഭിഷേകം കാരണം വിടുതലുകൾ സംഭവിക്കും, ശരി. പക്ഷെ ആ വിടുതലുകൾ നിലനിൽക്കണമെങ്കിൽ, ആ വിടുതലുകൾ സ്ഥിരമാകണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത് ക്രമപ്പെടുത്തേണ്ട. ഒന്ന് ലേശകത്തെ സൗഖ്യമാക്കുന്ന സമയത്ത് നീ പാപം ചെയ്യരുത്, വലുത് ഭവിക്കരുത്, ഇങ്ങനെ ഒന്നിൽ അവരുടെ ജീവിതം ക്രമീകരില്ലെങ്കിൽ അവരതിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. യേശു കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഹാലേലിയ, നമ്മൾ ഒരു ഭൂതത്തെ പുറത്താക്കി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? അത് പോയിട്ട് നമ്മൾ പോയിട്ട് തണുപ്പുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ച് കണ്ടില്ലെങ്കിൽ മടങ്ങി വരുമ്പോൾ അടിച്ച് വാരിയും തൂത്ത് വൃത്തിയായി കാണുന്നത് കണ്ടിട്ട് അതിനെക്കാട്ടി വലിയ 7 കൂടെ വിളിച്ചുകൊണ്ട് ഇതിനകത്ത് കയറിയിരിക്കുന്നു, അല്ലേ? ഈ അനുഭവം പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അപ്പൊ അവര് ചോദിക്കും, ദൈവം തന്ന വിടുതൽ ശാശ്വതമല്ലേ? ദൈവം തന്ന് പിന്നെ വരുമോ എന്നൊക്കെ ചോദിക്കും. വരും, നമുക്ക് വിളിച്ചു വരുത്താം. ഹല്ലേലൂയ. ആ മേഖലയെക്കാലെ നമുക്ക് നമ്മൾ ആ മേഖല അവിടെ ക്രമീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും വിളിച്ചു വരുത്താൻ പറ്റും. അതുകൊണ്ട് ചില രോഗത്തിനൊക്കെ പ്രാർത്ഥിക്കാൻ സൗഖ്യം പോകും, പിന്നെ കുറച്ച് വീണ്ടും അത് വരുന്നതിന്റെ കാര്യം ചിലപ്പോൾ ഇച്ചിരി കൂടിയത് വരും. ഹല്ലേലൂയ. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ അപ്പൊ നമ്മൾ ഓരോ ദിവസം അവിടെയാണ് നമ്മൾ ശക്തി പ്രാപിക്കണം. ഹാലേലിയ. നമ്മളകത്തുനിന്ന് പുറത്താക്കുന്ന ദുരാത്മമണ്ഡലം പുറത്ത് പോകുന്നിടത്ത് എം ആക്കി വെച്ചോണ്ടിരിക്കല്ലേ. ഹാലേലിയ. അത് വരുമ്പോൾ നല്ല തണുപ്പൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്, അവിടെ ചൂട് പിടിപ്പിച്ചോണം. ഹാലേലിയ. ഇന്നലെ ഞങ്ങളുടെ ശിവപാസ്റ്റർ ശുശ്രൂഷ പറഞ്ഞു, ഹാലേലിയ. ദൈവത്തിന്റെ ആലയത്തിൽ ഹാലേലിയ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു യാഗപീഠത്തിന്മേലിരിക്കുന്ന ഒരു യാഗവസ്തുവാണ് നമ്മളെങ്കിൽ, നമ്മളെ തൊടാനായിട്ട് ഒരു അന്ധകാര ശക്തിക്കും കഴിയില്ല. കാരണം നമ്മളെ നോക്കുമ്പോൾ തന്നെ തീക്കകത്തായിരിക്കുന്നത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊടാനായിട്ട് അല്ലൊന്ന് നോക്കാനായിട്ട് അന്ധകാര മണ്ഡലം പേടിക്കും. ഹാലേലൂയ. അപ്പൊ നമ്മളെപ്പോഴും യാഗപീഠത്തിലിരിക്കുന്ന യാഗവസ്തു, കത്തുന്ന യാഗപീഠത്തിലെ യാഗവസ്തു ആണെങ്കിൽ ആ തീ കാണുമ്പോൾ ശത്രു പേടിക്കും. ആ തീ നമ്മൾ ഉണ്ടാകണം. നമ്മളെ തീ ഇന്ന് പെന്തക്കോസ്തുകാരെ തീ എപ്പോഴും ഞായറാഴ്ച ദിവസം പള്ളിയിൽ ചർച്ചിൽ ചെല്ലുമ്പോൾ കീബോർഡൊക്കെ വെച്ച് നല്ല ആരാധന വർഷിപ്പൊക്കെ അവസാന സമയത്ത് കയ്യൊക്കെ അടിച്ചൊന്ന് ചൂടൊക്കെ പിടിച്ച് അതിനുവേണ്ടി മാത്രമുള്ളതാണ് എല്ലാവരുടെയും വിചാരത്തിൽ ഈ അഭിഷേകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അത് കഴിയുമ്പോൾ പിന്നെ അതൊന്ന് കത്തണമെങ്കിൽ അടുത്ത ഞായറാഴ്ച എത്തണം. അങ്ങനെയാകരുത്. എല്ലാ ദിവസവും ഹല്ലേലൂയ നമ്മൾ ആ തീ ഉണ്ടാണ്. തീ അണയരുത്. തീ ഇങ്ങനെ കത്തിച്ച് ആ തീ നമ്മൾ കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നും നമ്മളെ തൊടത്തില്ല, ഒന്നും നമ്മുടെ അടുക്കലേക്ക് വരത്തില്ല. ഹാലേലൂയ. ആ തീയാണ് നമ്മളിൽ നിന്ന് പലപ്പോഴും അണഞ്ഞു പോകുന്നത്. തീ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ ഹാലേലൂയ മറ്റെന്തൊക്കെയോ പറഞ്ഞു നടക്കുകയാണ്, അല്ല. ഇന്ന് തീ കേൾക്കുമ്പോൾ തന്നെ അയ്യോ തീയോ, ആ തീ പറയുന്ന ഇവർ വേറെ സംഭവങ്ങളായെന്ന് പറയുമ്പോൾ ഹാലേലൂയ. തീ ഉണ്ട്. ആത്മാവിനാല് തീ ആത്മാവിന്റെ തീ നമ്മൾ കത്തണം. തീയാൽ അഭിഷേകം നടക്കപ്പെടണം. ഞാൻ ഭൂമി തീയിടാനാ വന്നത്. ഹാലേലൂയ. പലയിടത്തും സുവിശേഷങ്ങൾ തീ ഉപയോഗിച്ചിട്ട് അപ്പോഴും തീ എന്ന വാക്ക് കേട്ടപ്പോൾ ആൾക്കാർക്ക് പ്രശ്നം. പെന്തക്കോസ്ത് നാളിൽ ആളുകൾ പറയും അഗ്നിനാവ് പോലെ ഇറങ്ങിയെന്നത്. അത് ശരീരത്തെ നമുക്ക് ഇന്നും പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാന അഭിഷേകം ശരീരം തീ കത്തുന്നത് പോലെ കത്താറുണ്ട്. അനുഭവപ്പെടാറില്ലേ? എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയാറില്ലേ, പെട്രോളൊക്കെ എടുത്ത് ദേഹത്ത് ഒഴിച്ച് കത്തിച്ച് എങ്ങനെ കത്തും അതുപോലെ ഞാൻ കത്തിയിട്ടുണ്ട്. അതുപോലെ തീ കത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം ഇത് തീയാണ്. എപ്പോഴും തീയാണോ വെച്ചാൽ എപ്പോഴും തീയല്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എല്ലായ്പ്പോഴും തീയായിട്ടാണോ സിസ്റ്റർ? ഒരിക്കലും അല്ല. തീയായിട്ട് വരുമോ? വരും. തീയായിട്ട് വരും, മഞ്ഞ് പോലെ വരും, കുളിര് പോലെ വരും, എണ്ണ പോലെ വരും, അങ്ങനെ പല കാറ്റ് പോലെ വരും എന്നൊക്കെ പറയുന്നതൊക്കെ പരിശുദ്ധാത്മ. ഈ ഇടയ്ക്ക് നമ്മുടെ ശനിയാഴ്ച പ്രേയറിലെ നമ്മുടെ കരുനാപ്പള്ളി പോലെ എന്താണ് ഇരുന്നിടത്ത് ഭയങ്കര കാറ്റടിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. കാറ്റായിട്ട് വരും പരിശുദ്ധാത്മാവ്. ഹാലേലൂയ. അത് എന്തായിട്ടാണ് വെളിപ്പെടേണ്ടത് അത് ദൈവം തീരുമാനിക്കുക. എന്തായിട്ട് വെളിപ്പെടുന്നത് നമ്മുടെ ഇഷ്ടത്തിന് എനിക്ക് തീയായിട്ട് വന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. ദൈവത്തിന് പരിശുദ്ധാത്മ എങ്ങനെയാണ് ഇഷ്ടം അതുപോലെ വരുള്ളൂ, അല്ലേ? അപ്പൊ അവിടെ നമ്മൾ കാണുന്നത് പത്രോസ് ആദ്യമായിട്ട് ഹാലേലൂയ പിടിച്ചെഴുന്നേൽപ്പിച്ച ഹാലേലൂയ ആ കൂടനെ അന്ധകാരമുണ്ട് ഇരുത്തി. പത്രോസ് അടുത്തൊരു അത്ഭുതം നമ്മൾ എഴുതപ്പെട്ട വലിയൊരു അത്ഭുതം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം. തബീതായെയാണ് ഹാലേലൂയ മരിച്ചിട്ട് ഹാലേലൂയ എഴുന്നേൽക്കാൻ പറഞ്ഞ് എഴുന്നേൽപ്പിക്കുന്നത്. ഹാലേലൂയ. അപ്പൊ അവിടെ നമ്മൾ കാണുന്നുണ്ട് എന്താ തബീത്തയെ കുറിച്ച് പറയുന്നത്. അവൾ ദൈവജനത്തിന് അവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഉപകാരമുള്ളവളായിരുന്നു. ഹല്ലേലൂയ. അപ്പം ദൈവരാജ്യത്തിന് വേണ്ടി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നതിനെ ഒതുക്കിക്കളഞ്ഞിട്ട് പെട്ടിക്കുള്ളിൽ അടച്ച് ഈ ലോകത്ത് മാറ്റപ്പെടുത്തുന്ന ചില അന്ധകാര മണ്ഡലങ്ങളുണ്ട്. നമ്മൾ പലപ്പോഴും കണ്ടിട്ട് ചില ദൈവദാസന്മാരൊക്കെ ഹല്ലേലൂയ വളരെ ശുശ്രൂഷയിലൊക്കെ നല്ല കത്തി നിൽക്കുന്ന സമയം പെട്ടെന്ന് ഈ ലോകത്ത് മാറ്റപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. നമുക്കതിന് അതിശയം തോന്നിട്ട് എന്താണ്? പക്ഷെ അതാണ് അവിടെയൊക്കെ എന്ന് വെച്ചാൽ ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെടുന്നതിനെ ഹാലേലൂയ എന്നേക്കുമായി ലോകത്ത് മാറ്റുവാനായിട്ട് വാദിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട്. ഹാലേലൂയ. ഇത് നമ്മൾ തിരിച്ചറിയാതെ പോരെ. ഇതിനെയൊക്കെ ജയിക്കണമെങ്കിൽ മരിച്ചതിന് ഉറപ്പ് അല്ലെ പോയതിനെ തിരിച്ചു വിളിക്കണമെങ്കിലൊക്കെ ആ ചെറിയ ശക്തി പോരാ.
ചെറിയ അഭിഷേകം പോരാ. നമ്മൾ ആരോടാണോ പോരാടുന്നത്, ലൂയ, എന്തിനെയാണോ നമുക്ക് തോൽപ്പിക്കേണ്ടത്, അതനുസരിച്ച് നമ്മുടെ ദൈവശക്തി വരണം. ലൂയ. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പലയിടത്തും ലൂയ. അവർ വർഷങ്ങളുടെ പാരമ്പര്യം പറയും. പക്ഷെ ഇന്നും ഇരിക്കുന്നത് അവരുടെ ജീവിതത്തിൽ കിടക്കുന്ന പാതാള ഗോപുരങ്ങൾ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഓർക്കുന്നത്, എനിക്ക് ആ വാക്ക് ഇപ്പോഴാ വന്ന ഇന്നലെ ആ ഗ്രൂപ്പിൽ കുറെ പേർക്ക് പ്രാർത്ഥന, ഒരു ഹിന്ദു കുടുംബം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കണ്ട് എന്തോ ഒരു സാധനം ഇങ്ങനെ വെള്ളത്തിനടിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അതിനകത്തുനിന്ന് എന്തോ പ്ലഗ് ചെയ്ത് എടുത്തോണ്ട് അത് മുകളിലേക്ക് കയറുന്ന അതിങ്ങനെ കയറാം. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇതാ പറഞ്ഞ എന്താ പാതാള ഗോപുരങ്ങൾ എന്ന് പറയുന്ന പോലെ ഏറ്റവും നമ്മൾ ഈ പാതാള കരണ്ടിയൊക്കെ ഇടുന്ന കിണറ്റിനുള്ളിലേക്ക് ഇടുന്ന കാര്യം പറഞ്ഞില്ല. അപ്പൊ അതുപോലെ പോയിട്ട് കിണറ്റിനുള്ളിൽ അതുപോലെ അത്ര ആഴത്തിൽ കടന്നതിന് ഇങ്ങനെ പൊക്കിയെടുക്കുന്ന എത്രയും നാളായിട്ട് വർഷങ്ങളുടെ പാരമ്പര്യം. ഞാൻ ചോദിച്ചു, അവർ 15 വർഷം 20 വർഷം കണ്ട് വിശ്വാസത്തിൽ വന്നെന്ന് പറഞ്ഞത്. അപ്പൊ അത്രയും വർഷങ്ങളായിട്ടും അടി കിടക്കുന്ന അവിടെ കിടക്കുക. അത് ഇതുവരെ എടുത്ത് പുറത്ത് കളഞ്ഞിട്ടില്ല. പ്രാർത്ഥനയുണ്ട്, ഉണ്ട്. ആരാധനയുണ്ട്, ഉണ്ട്. സഭയിൽ പോകുന്നുണ്ടോ, ഉപവാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേങ്കില് വിടുതൽ നടക്കേണ്ട മേഖല ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുക. അന്ധകാര മണ്ഡലങ്ങളും അങ്ങനെ ഈസി ആയിട്ടൊന്നും അത് പുറത്തു പോകത്തില്ല കേട്ടോ, നമ്മുടെ ജീവിതത്തിൽ നിന്ന്. ഒരിക്കൽ കയറി പറ്റിക്കഴിഞ്ഞാൽ നമ്മളിപ്പോ പിശാച് എന്നൊക്കെ പറയും, പക്ഷെ അത് ഈസി ആയിട്ട് അവനങ്ങ് പോകത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതൊരു ദൈവദാസന്റെ അനുഭവം പറഞ്ഞ്, ചില അന്ധകാര ശക്തിയുടെ ചില പൈശാചി ബന്ധനങ്ങളെ പുറത്തങ്ങ് അവർ നല്ല ചിരിയൊക്കെ ചിരിച്ചിട്ടാ പോകുന്ന. ഞാൻ കൊണ്ടുവന്ന ടാർഗറ്റ് ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. അവന്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാതെ അതിനെക്കാട്ടി മുമ്പ് അവര് ടാർഗറ്റ് വെക്കുമ്പോൾ തന്നെ നമ്മളത് കണ്ടുപിടിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ കയറുമ്പോൾ തന്നെ അതിനെ പുറത്താക്കുകയും ചെയ്യുമെങ്കിലാണ് നമ്മൾ ജയിച്ചെന്ന് പറയുന്നത്. അല്ല, അവൻ കൊണ്ടുവന്ന സകല പദ്ധതി നമ്മുടെ ജീവിതത്തിൽ പാസ്സാക്കി കഴിഞ്ഞ് അവൻ നടപ്പിലാക്കി കഴിഞ്ഞ് അവനെ പുറത്താക്കിയിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. ചില കുടുംബങ്ങളെയൊക്കെ കണ്ടില്ലേ, തകർത്ത് തരിപ്പണമാക്കുവാൻ വന്നു കഴിഞ്ഞാൽ. പിശാച് അറുക്കാനും മുടിക്കാനും നശിപ്പിക്കാനും അത് ആ നാശത്തിന്റെ പടുകുഴി എത്തി നിൽക്കുമ്പോഴായിരിക്കും ഏതെങ്കിലും അഭിഷിക്തം വന്ന് പ്രാർത്ഥിച്ച് പുറത്താക്കുന്നത്. എന്താ പ്രയോജനം അതുകൊണ്ട്? ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അവിടെയൊക്കെയാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുതുക്കം പ്രാപിക്കണം. ഹല്ലേലൂയ. അതിനാണ് ഓരോ ദിവസവും ആത്മാവിന്റെ പുതുക്കത്തിൽ നമ്മൾ ജീവിക്കണം എന്ന് പറയുന്നത്. ഇന്ന് പലർക്കും മനസ്സിലാകത്തില്ല. ഇന്ന് പലരുടെയും പല ദൈവദാസൻ ഞാൻ പറയും, ഞാൻ പറയാം, അസാമാന്യമായ ദൈവശക്തി ഇറങ്ങുന്ന ഹല്ലേലൂയ. സഭകൾക്കുള്ളിലേക്ക് ഇന്നലെയൊക്കെ ഞങ്ങളുടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, ചർച്ചിൽ ദൈവശക്തി ഇറങ്ങി നിൽക്കാൻ പറഞ്ഞ് പലരും നെടുമ്പാട് വീണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഇന്നലെ അതുപോലെ തന്നെ ദൈവശക്തി വർഷിപ്പ് കഴിഞ്ഞ് വർഷിപ്പ് എന്ന് വെച്ചാൽ വലിയ ബഹളമൊന്നും ഇല്ലാതെ ശാന്തമായി പാടിയിട്ട് പോലും ദൈവശക്തി ഇറങ്ങിയിട്ട് പ്ലീസ് ചെയ്ത് കളഞ്ഞത് ദൈവം നമുക്ക് അനങ്ങാമെത്താകുമ്പോൾ അതുപോലെ ദൈവസാന്നിധ്യം ഇറങ്ങിയായിരുന്നു. അതുപോലെ ഇറങ്ങി നിന്നിട്ട് പലരും ഞാൻ പറഞ്ഞ കണ്ണുനീരൊക്കെ ഇങ്ങനെ ധാരധാരയായിട്ട് ഒഴുകുന്ന പോലെ ദൈവശക്തി. പക്ഷേ ഈ ദൈവശക്തി ഇറങ്ങുമ്പോൾ നമ്മൾ ഭയപ്പെടണമെന്ന്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ആത്മശക്തി നമ്മൾ പ്രാപിക്കുമ്പം നമ്മൾ ആ ആത്മശക്തി അത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മളത് പ്രത്യേകിച്ച് ഇപ്പൊ ഇന്നലെ ഇവിടെ എൻ്റെ മോളൊക്കെ ഭയങ്കരമായിട്ട് ആത്മാവിലേക്ക് അവിടെ. അപ്പൊ ഞാൻ പറയാം, അത് നല്ല ദൈവസം ഇവിടെ നിന്ന് നിങ്ങൾക്ക് റെസ്പോൺസിബിലിറ്റി കൂടും. കാരണം നിങ്ങളുടെ ഷോൾഡറിൽ ഒരു പ്രാവ് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനെയും കൊണ്ട് എങ്ങനെ നടക്കുമോ, അതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ, അതിനെ അനക്കാതെ അതിനെ ക്യാരി ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ നടക്കാൻ പറ്റും, അതുപോലെ നിങ്ങൾ സൂക്ഷിക്കണം ഈ ഇറങ്ങുന്ന ദൈവശക്തിയെ. ഹല്ലേലൂയ. നമ്മളിൽ വരുന്ന അഭിഷേകം പലപ്പോഴും സഭയ്ക്കുള്ളിൽ നിന്ന് ആരാധിക്കുമ്പോഴൊക്കെ ആൾക്കാർ ആത്മശക്തിയൊക്കെ നല്ലോണം പ്രാപിച്ച് ചാടി എന്തുള്ളിയൊക്കെ ആരാധിക്കും. ഇറങ്ങി പുറത്തോട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ അവരുടെ കുറ്റം പറഞ്ഞ് ഇവരുടെ കുറ്റം പറഞ്ഞ് അതും പറഞ്ഞ് ഇതും പറഞ്ഞ് വീട്ടിലെത്തുന്നതിന് മുമ്പ് ഇത് നഷ്ടപ്പെടുത്തും. ഹല്ലേലൂയ. പക്ഷെ അങ്ങനെ നഷ്ടപ്പെടുത്താനുള്ളതല്ല ഇത്. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പരിശുദ്ധാത്മ ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമ്മളിങ്ങനെ ഒരു ജീവനുള്ള പ്രാവ് നമ്മുടെ ഷോൾഡറിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ അത് പറന്ന് പോകാതെ ഡിസ്റ്റർബ് ആകാതെ ആരെങ്കിലും സൂക്ഷിച്ച് നമ്മൾ നടക്കുന്നത് എങ്ങനെ ശ്രദ്ധിച്ച് നടക്കുന്നു അതുപോലെ നടക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാപിക്കുക ആത്മശക്തി ഈ ഞായറാഴ്ച പ്രാപിച്ച് പിന്നെ അടുത്ത ഞായറാഴ്ച പുതുക്കുന്നതല്ല. ഈ ഞായറാഴ്ച നമുക്കുള്ളിൽ കിട്ടുന്നില്ല, ശനിയാഴ്ച നമ്മൾ പകരപ്പെടുന്നെങ്കിൽ ഇത് അടുത്ത ശനിയാഴ്ച അടുത്ത ഞായറാഴ്ച എത്തുമ്പോഴേക്ക് ഇത് വർദ്ധിച്ചിരിക്കണം. അടുത്തൊരു ലെവലിലായിരിക്കണം അന്നത്തെ ദിവസം ചെന്നിട്ട് നമ്മൾ അല്ലാതെ അന്നത്തെ ദിവസം ആരംഭം തുടങ്ങി പ്രാർത്ഥിച്ച് എന്തെങ്കിലും പ്രാപിക്കും, പിന്നെ നഷ്ടപ്പെട്ട് വീണ്ടും ചെന്ന് പ്രാപിക്കുന്നതായി പോകരുത്.
ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. പരിശുദ്ധാത്മ വേദനിക്കരുത്. പരിശുദ്ധാത്മന് ഇഷ്ടമില്ലാത്ത ചെയ്ത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണം എന്ന് പറയുന്നത്. എന്താ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിരിക്കുന്ന വചനം നമുക്ക് പ്രമാണിക്കാനുള്ളതാണ്. അത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇത് വചനപ്രകാരമാണോ എന്ന് വിചാരിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വ്യാജം പറയുന്നത് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയോ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയൊക്കെ നമ്മൾ വ്യാജം പറഞ്ഞാൽ ഇത് മാറിപ്പോവും. ഇതിന്റെ പരിശുദ്ധാത്മ വേദനിക്കും. കാരണം നമ്മുടെ നാവ് ദൈവത്തിന് വേണ്ടി തന്നിരിക്കുന്നത്. മറ്റുള്ളവരെ കുറിച്ച് കുറ്റങ്ങളും കുറവുകളും പറയും. നമ്മുടെ നാവ് ദൈവത്തിന് വേണ്ടി തന്നിരിക്കുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളെ വളരെ ശ്രദ്ധയോടെ ക്രമപ്പെടുത്തി വേണം നമ്മൾ ജീവിക്കാനായിട്ട്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ആത്മാവ് പുതുകണം. നമ്മൾ ഒരുപാട് വചനം വായിക്കുന്നുണ്ട്, വചനം കേൾക്കുന്നുണ്ട്, ഒരുപാട് മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ തുടങ്ങി നമ്മൾ സൂം മീറ്റിങ്ങുകൾ ഒന്ന് ഞാൻ പറഞ്ഞ പരിശുദ്ധാത്മ എന്നെ ഒരിടയ്ക്ക് നിർത്തി. എനിക്ക് ഈ സ്വഭാവം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഞാനാണെങ്കിൽ ഇവിടെ വെറുതെ ഇരിക്കുകയല്ല, കണ്ട സൂം മീറ്റിങ്ങിലെല്ലാം കയറും. ഹല്ലേലൂയ. പരിശുദ്ധാത്മ നിർത്തിക്കൊള്ളാൻ പറഞ്ഞു. നീ കേൾക്കാനിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷെ എന്നോട് എപ്പോഴും സംസാരിക്കുക, നീ എപ്പോഴും സ്വന്തമായിട്ട് പ്രാർത്ഥിക്കുക, നീ എപ്പോഴും വചനം മെഡിറ്റേറ്റ് ചെയ്യുന്നത്. മറ്റുള്ളവർ പറയും, മറ്റുള്ളവരുടെ വെളിപ്പാടല്ലേ പറയും, അവർക്ക് കിട്ടിയല്ലേ, നമുക്ക് വല്ലതും കിട്ടണ്ടേ? പരിശുദ്ധാത്മ നേരിട്ട് പറഞ്ഞ് നിർത്തിച്ചതാണ്. ഞാൻ അതുകൊണ്ട് സാറമിസ്റ്ററൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഈ ഈ കണ്ടിന്യൂസ് ആയിട്ട് നേരം വെളുക്കുമ്പോൾ ഷെഡ്യൂൾ വെച്ച് ടൈം ടേബിൾ വെച്ച് ഇപ്പം തന്നെ ഈ ഉപവാസ പ്രാർത്ഥന നടക്കുന്നതുകൊണ്ട് അപ്പം നമുക്ക് സമയം കിട്ടുന്നില്ല. കാരണം രാവിലെ ഉപവാസ സെക്ഷൻ, വൈകിട്ട് സെക്ഷൻ, അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് അത്രയും നേരം ദിവസം ഇരിക്കാം. പക്ഷെ എന്നിരുന്നാലും ആ ഉപവാസ പ്രാർത്ഥന നമ്മൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഒക്കെ ആകുന്നുണ്ട് നമുക്ക് പ്രോബ്ലം ഇല്ല. പക്ഷേ നമ്മൾ ഇതൊന്നും അല്ലാതെ നമ്മൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പല മീറ്റിങ്ങിലും കയറി നമ്മൾ അവരുടെ റെവലേഷൻസ് കേൾക്കുന്നു എന്നല്ലാതെ നമുക്ക് ദൈവത്തിന് ഇരിക്കാനും പ്രാർത്ഥിക്കാനും പ്രാപിക്കാനും കഴിയുന്നില്ല എങ്കിൽ ദൈവം പറയും, കുഞ്ഞെ നീ നിർത്തിക്കും. കാരണം നിന്റെ ജീവിതത്തിൽ വർധനവ് വരണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ അഭിഷേകം പുതുകണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ നിനക്ക് കാര്യങ്ങൾ ജയിക്കണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് പലർക്കുമുള്ള ഒരു കാര്യം ഞാൻ പറയാം. കോവിഡ് സമയത്ത് ദൈവം ചെയ്ത വലിയൊരു നമുക്ക് പിശാച് സകല സഭകളും അടച്ച് ആരാധനാലയങ്ങൾ പൂട്ടിയിട്ടപ്പോൾ പല നിർത്തിക്കളഞ്ഞപ്പോൾ പിശാച് അത് ചെയ്തപ്പോൾ ദൈവം നമുക്ക് ഈ മീഡിയ വഴി രാജ്യങ്ങളുടെ തടസ്സങ്ങളെല്ലാം നമുക്ക് ഇപ്പൊ ഞാൻ ശുശ്രൂഷ അമേരിക്കയിൽ ഇരിക്കുന്ന സാറാമസിലേക്കും അതുപോലെ നാട്ടിലിരിക്കുന്ന മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു മീഡിയ ഓപ്പൺ ചെയ്യും. പക്ഷെ ഇന്ന് ഈ മീഡിയയും പലപ്പോഴും പലർക്കും കെണിയാകുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഇത് ഉള്ളത് കൊണ്ട് മിക്ക ആൾക്കാർക്കും പേഴ്സണൽ പ്രെയർ ഇല്ല. കാരണം രാവിലെ വെളുപ്പാങ്കാലത്ത് തുടങ്ങി മീറ്റിങ്ങിൽ കയറി അടുത്ത മീറ്റിംഗ് എല്ലാ ദിവസവും കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. എന്താണ് ആ മീറ്റിംഗ്, ഈ മീറ്റിംഗ്, അപ്പുറത്തെ മീറ്റിംഗ്, അതോ കേൾക്കുമ്പോൾ ഇപ്പൊ പലരും പ്രസംഗിക്കും, പലരും പറയും ഈ ഒരു റെവലേഷൻ കേട്ട്, അപ്പുറത്തെ റെവലേഷൻ കേട്ട്, അത് ഇത് ചെയ്ത്. പക്ഷെ ഇവിടെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഏതെങ്കിലും മീറ്റിംഗിൽ കയറിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മൾ കേൾക്കുന്നുണ്ട്, കേൾവിക്കാരാ. ഹല്ലേലൂയ. നമ്മുടെ പേഴ്സണൽ പ്രെയർ, പലർക്കും പേഴ്സണൽ പ്രെയർ കുറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, അവരുടെ ആത്മശക്തി കേട്ടാൽ ആത്മശക്തി വർദ്ധിക്കത്തൊന്നുമില്ല കേട്ടോ. കേൾക്കും, പുതിയ റെവലേഷൻ വരും, നമ്മൾ കൈയടിക്കും, ഏറ്റെടുക്കും. ഇത് നമ്മുടെ ഉള്ളിൽ റെവലേഷൻ. പക്ഷെ ഈ റെവലേഷനെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്ത് നമ്മുടെ ഉള്ളിലിട്ടത് കത്തിച്ച് നമ്മൾ അതുമായിട്ട് ആത്മാവിൽ ജാഗരിക്കുമ്പോൾ, ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഇതിന്റെ തീ നമ്മളിലേക്ക് കത്തുന്നത്. നിങ്ങളൊരു വചനം കേട്ടാ നിശ്ചയമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം. അല്ലാതെ വചനം കേട്ടത് കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല. നമ്മുടെ ഗ്രൂപ്പിൽ അതുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം നമ്മൾ സമയം വേർതിരിച്ചേക്കുന്നതാണ്. എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന കാര്യം അതാ. കാരണം വചനം കേട്ടിട്ട് നമ്മൾ ഇറങ്ങിപ്പോയാൽ ഈ വചനത്തിന്റെ ഈ കേട്ട വചനം നമ്മൾ ഓർത്ത് ആ ഒരു പശു തിന്നിട്ട് അതിനെ അയവിറക്കുന്ന പോലെ നമ്മൾ അയവിറക്കി അതിനെ പ്രാർത്ഥിക്കണം. അതിനെ ആ വചനത്തിൽ നമ്മൾ വചനത്തെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ആത്മാവിൽ പോരാടുമ്പോഴാണ്, ആത്മാവിൽ ജാഗരിക്കുമ്പോഴാണ്, പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ വചനത്തിന് തീ നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്ക് പ്രയോജനമാകത്തുള്ളൂ.
ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പലപ്പോഴും ഇന്ന് പറയാം പേഴ്സണൽ പ്രേയറിന്റെ അപ്പൊ ശത്രു ഇപ്പൊ അടുത്തൊരു ഉപാധിയാക്കിയിട്ട് ജനത്തിന് എന്താണോ നമ്മൾ എന്തിലോട്ടാണോ നമ്മളെ അട്രാക്ട് ചെയ്യാൻ പറ്റും. അതിപ്പോ ചിലപ്പോൾ മീറ്റിംഗ് തന്നെ, ഇത് ദൈവത്തിന്റെ മീറ്റിംഗ് അല്ലേ, ദൈവസഭയുടെ അല്ലേ, വചനമല്ലേ സംസാരിക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷേ അവിടെയെല്ലാം പിശാച് അറിയാണ്ട് കൊണ്ടുവെക്കുന്ന നമ്മളെ ചതിക്കുന്ന വഞ്ചനകൾ നമ്മൾ ഇപ്പൊ യാക്കോബിന്റെ എന്താ പറയുന്നത് നിനക്ക് അവന്റെ വഞ്ചകനാവൻ. നമ്മുടെ വചനത്തെ നമ്മളോട് പറയുന്നുണ്ട്, പിശാചിന്റെ തന്ത്രങ്ങൾ നിങ്ങൾ അറിയാത്തവരാകല്ലേ. അവൻ തന്ത്രശാലിയാണ്. അവൻ എങ്ങനെയാണോ തന്ത്രം ഒരുക്കുന്നത് അങ്ങനെ ഒരുക്കും. ഹല്ലേലൂയ. ആലയത്തിനുള്ളിൽ പോലും അവൻ കേറിയിരുന്ന് നമ്മുടെ ഇതിൽ പറയത്തെ വെളിച്ചദൂതന്റെ വേഷം തന്നെ ധരിക്കുന്നവനാണ്. അതുപോലെ ധരിച്ചുകൊണ്ട് നമ്മളെ തെറ്റിക്കാൻ നടക്കുന്നവനാണ്. മറന്നുപോലെ. കാരണം ഞാൻ പറയാം, ഒരു പ്രാർത്ഥനയ്ക്ക് കയറിയിരിക്കുന്ന പലപ്പോഴും പ്രവചന ദൂതായിട്ട് പലപ്പോഴും നമ്മൾ പലതും കേൾക്കാറുണ്ട്. ആ പ്രവചനം നമ്മൾ കേൾക്കുന്ന നമ്മൾ കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. ദൈവം ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ കാണുന്നവരെല്ലാം നിന്നെ വാലല്ല തലയാക്കും. അത് കാണുന്ന ഇത്, പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോഴും വാലായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇത് കേൾക്കും തോറും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് കേട്ടിട്ട് ഇതൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിക്കുമല്ലോ. പക്ഷെ ഈ ഒരു പ്രവചനം നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഞാൻ പറയുന്ന കണക്ക് ഒരു അഭിഷേകം നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടുന്നു എന്ന് പറയുന്ന പോലെ, ഒരു പ്രവചനം നമ്മളിൽ വന്ന് നമ്മുടെ റെസ്പോൺസിബിലിറ്റി വർദ്ധിക്കുന്നുണ്ട്. ഈ പ്രവചനം നമ്മൾ കേട്ടിട്ട് കേൾക്കാതിരുന്ന അത്രയും ഭംഗി. കേട്ട് കഴിഞ്ഞാൽ ഇത് പറഞ്ഞ് വരുമ്പോൾ തന്നെ, ഇത് കേൾക്കുമ്പോൾ തന്നെ ഇത് ദൈവത്തിന്റെ ഒരു പ്രവചനമാണെങ്കിൽ ആ നിമിഷം തുടങ്ങി പിശാച് നമുക്കെതിരെ ആക്റ്റീവ് ആവുക ചെയ്യുന്നു. ഏദൻ തോട്ടത്ത് ദൈവം ഒരു പ്രവചനം പറഞ്ഞു, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ പിശാചിന്റെ തലയെ തകർക്കും. അന്ന് തുടങ്ങി പിശാച് ജാഗരൂകന. എവിടെയെങ്കിലും പുതിയ സന്തതി ജനിക്കുമ്പം ഒരു വ്യത്യസ്തമാണെന്ന് ജനിച്ചവന്, ഇതാണോ എന്റെ തലയെ തകർക്കാനുള്ളവൻ, ഇതാണോ എന്റെ തലയെ തകർക്കാനുള്ളവൻ. അതിനെ തകർക്കാൻ അവൻ വഴി അന്വേഷിക്കും. നമ്മളെ കുറിച്ച് ദൈവം പറയാം, നീ ദൈവരാജ്യത്തിന് വേണ്ടുന്നവളാണ്, നീ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുവാനല്ല ദൈവം തന്നെ ശക്തമായ കരത്തിലെടുക്കും. നീ ദൈവത്തിന്റെ അഭിഷിക്തിയാണെന്ന് കേൾക്കുമ്പോൾ തന്നെ പിശാച് ആക്റ്റീവായി. അവൻ ആക്റ്റീവായി, അവൻ തന്ത്രങ്ങൾ മെനയാൻ തുടങ്ങി. അവൻ നമുക്കെതിരെ പ്രവർത്തിക്കും. നമ്മളോ ഈ പ്രവചനം കേട്ടിട്ട് പോയി കിടന്നുറങ്ങും. നമ്മൾ അവനെതിരെ ആക്റ്റീവ് ആകുന്നുണ്ടോ? ഈ പ്രവചന ശബ്ദം എന്നിലേക്ക് വന്നപ്പം എന്റെ റെസ്പോൺസിബിലിറ്റി വർദ്ധിച്ചു. കാരണം എന്നെക്കുറിച്ച്, എന്റെ തലമുറയെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഓരോ ദൂതുകൾ വരുമ്പോൾ എന്റെ റെസ്പോൺസിബിലിറ്റി വർദ്ധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അവൻ തന്ത്രം മെനയും, അവൻ നമ്മളോട് ഇത് പ്രാപിക്കാതിരിക്കേണ്ടി പോരാടും. ഇതിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ എനിക്ക് ഇതിനോടൊരു പോരാട്ടം കൊണ്ട് ഞാൻ എതിർത്ത് നിൽക്കണം. അതിനെ എതിർത്ത് നിന്നാൽ മാത്രമേ അവൻ നമ്മളെ വിട്ടു പോകത്തുള്ളൂ. അതിനെ ദൈവത്തിന്റെ വചനം, നിങ്ങൾ ദൈവത്തോട് അടുത്ത് വേണം. അപ്പൊ നമ്മൾ ദൈവത്തോട് അടുത്ത് വരികയും വേണം, അതുപോലെ പിശാചിനെ എതിർത്ത് നിൽക്കുകയും വേണം. പലർക്കും സംഭവിക്കുന്ന കാര്യം ദൈവത്തോടൊക്കെ അടുത്ത് വരും, പിശാചിനെ ഇഗ്നോർ ചെയ്ത് കളയും. അതുപോലെ പിശാചിനോട് എതിർത്ത് നിൽക്കും, ദൈവത്തോട് അടുത്ത് വരുത്തുമില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വചനത്തിന് ഒരിക്കലും തെറ്റ് പറ്റുന്നില്ല. ദൈവത്തിന്റെ വചനം കൃത്യമായും വ്യക്തമായും നമ്മൾ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ ഓരോ കർത്താവ് യേശുക്രിസ്തു ചെയ്ത ഓരോ അത്ഭുതത്തിനും അതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. നമ്മൾ ആത്മീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ ഓരോ അത്ഭുതത്തിനും 38 വർഷമായി തളർവാദ രോഗിയെ കിടക്കുന്ന അവനെ കിടത്തിക്കളഞ്ഞ് ഇനി നീ ഒരിക്കലും എഴുന്നേൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് എന്നേക്കുമായി കിടത്തിയ ഒരു മണ്ഡലമാണത്. നമ്മളെ പലരുടെയും ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ വന്നിട്ട് അവർക്ക് കേട്ട വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ പോലും കഴിയാതെ പിശാച് കിടത്തിയിട്ട് അതേ വഴി തന്നെ പാക്ക് ചെയ്ത് അയച്ചിട്ടുള്ള മേഖലകളുണ്ട്. അപ്പോഴും നമ്മൾ പറയും വാഗ്ദത്തമുണ്ട്, അതുകൊണ്ട് സംഭവിച്ചോളും. നോ, വാഗ്ദത്തം എല്ലാം ദൈവത്തിന്റെ വാഗ്ദത്തം എത്രയുണ്ട്, അത് ഉവ്വെന്ന് ആമേൻ എന്നും തന്നെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ അത് ദൈവത്തിന്റെ വചനത്തിൽ ഉവ്വെന്ന് ആമേൻ എന്നും പറയുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ പ്രമാണത്തിൽ നിന്ന് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന് വേണ്ട പറയുന്ന കാര്യങ്ങൾ കേട്ടെടുത്ത് നമ്മുടെ ജീവിതത്തെ ക്രമീകരിച്ച് വരുന്നവർക്ക് മാത്രമേ വാഗ്ദത്തം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ആ വാഗ്ദത്തം പ്രാപിക്കുന്നത് എന്റെ മേൽ വാഗ്ദത്തമുണ്ട്, അവിടെ ഞാൻ എങ്ങനെ ചോദിച്ചാലും അതെല്ലാം നടക്കുമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നതിനോ അങ്ങനെ നടക്കത്തില്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള പലരും നമ്മളത് കണ്ടിട്ടുണ്ട്.
ഹാലേലിയ മരണം അവരെ എടുത്തുകൊണ്ട് പോകും നമ്മൾ ഹാലേലിയ കണ്ടു നിന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെയൊക്കെ ചിന്ത എന്താണെന്ന് വെച്ചാൽ ഈ വാഗ്ദത്തം എങ്ങനെയും അങ്ങ് നിവർത്തിക്കപ്പെടും. അങ്ങനെ നിവർത്തിക്കുന്ന ആരും നമ്മുടെ തലമുറകളുടെ മേലൊക്കെ പ്രത്യേകിച്ച് വലിയ കോളിംഗ് നമ്മുടെ തലമുറയുടെ മേലൊക്കെ ഉണ്ട്. ഹാലേലിയ നമ്മളെക്കാട്ടിയൊക്കെ അധികം 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 രാജ്യത്തിന് വേണ്ടി ദൈവം ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അവർക്ക് വേണ്ടി അത്രത്തോളം നമ്മൾ ഇടിവ് നിൽക്കണം, പ്രാർത്ഥിക്കണം. അവരെ ഇങ്ങനെ എന്താ പറയാ ഒരു കവറിങ്ങിനുള്ളിൽ നിർത്തണം നമ്മൾ. ഹാലേലിയ ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യാതിരുന്നിട്ട് ഹാലേലിയ നമ്മൾ പിന്നെ നാളെ സങ്കടപ്പെട്ടോ. കാരണം നമ്മുടെ ഹാലേലിയ നമ്മുടെ എന്താ പറയാ വിജയപാസ്റ്റ് എപ്പോഴും പറഞ്ഞ ഡയലോഗാണ്. വിജയപാസ്റ്റ് കൈ അടിക്കേണ്ട സമയത്ത് കൈ അടിച്ചില്ല, പിന്നെ കൈയും കാലും കൂടെ ഒന്നിച്ചിട്ട് അടിക്കേണ്ടി വരുന്നു. ഹാലേലിയ ആമേൻ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ട സമയത്ത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിച്ച പിന്നെ ഉറങ്ങാൻ സമയം കിട്ടാതെ പ്രാർത്ഥിക്കേണ്ടി വരും. മനസ്സിലായി. ഇത് നമുക്ക് എല്ലാം നമുക്ക് ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഷെഡ്യൂൾഡ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് നമ്മൾ ചെയ്തു പോവാണെങ്കിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ ഇത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ മടി പിടിച്ച് ചെയ്യാതിരിക്കുന്ന സമയത്ത് നമുക്ക് അതിനെക്കാട്ടി ഉറക്കം എന്നൊക്കെ പറയും പിന്നെ ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് വരും. നമ്മൾ കിടന്നാൽ ഉറങ്ങാൻ പോലും സാധിക്കാത്ത ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോരും നമ്മുടെ ജീവിതത്തിൽ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് എപ്പോഴും ദാവീദിനെ ഞാൻ ഓർക്കും. കാരണം ദാവീദിന്റെ ഒരു മനുഷ്യന്റെ ദൈവസന്നിധിയിലുള്ള സമർപ്പണവും ആ ദൈവത്തിലുള്ള ആശ്രയവും എത്ര തലമുറയെ ഇന്നും ദാവീദിന് ഇനി കർത്താവ് യേശുക്രിസ്തു വരുമ്പോൾ ദാവീദിന്റെ സിംഹാസനം ഇരിക്കുന്ന പറഞ്ഞേക്കുന്നത്. ദൈവം ആ മനുഷ്യരെ എത്രത്തോളം വർഷങ്ങൾ ഓർത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെയൊക്കെ നമ്മുടെയൊക്കെ ദൈവം നമ്മുടെയൊക്കെ ഒരാളുടെ സമർപ്പണം കൊണ്ട് ഒരാളുടെ പ്രാർത്ഥന കൊണ്ട് വരും തലമുറകളെ മൊത്തം ഈ ലോകത്തിന്റെ അവസാനത്തുള്ള സകല തലമുറയും ദൈവം ഓർത്തിരിക്കത്തക്ക രീതി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കണം. അവർക്ക് ശാപം വാങ്ങി കൊടുക്കുന്നവരായിട്ടല്ല, അവരുടെ ജീവിതം തകർത്ത് കളയുന്നവരായിട്ടല്ല, അവർ തലമുറകൾ അവർ അനുഗ്രഹിക്കപ്പെടണം. ആര്? നമ്മൾ ഒരാളിലൂടെ. ഹല്ലേലൂയ. പണ്ടൊരിക്കൽ ഒരു മീറ്റിംഗ് കയറിയപ്പം അന്ന് അവിടെ ശുശ്രൂഷിച്ച ഒരു ദൈവദാസനാണ്. എനിക്കൊന്ന് ഇപ്പൊ ഈ ബാംഗ്ലൂർ ഓണർവിൽ കാണുന്ന റിൻസി പാസ്റ്റർ. ആരെങ്കിലും ഇപ്പം എല്ലാവരും കാണാറുണ്ട്. റിൻസി ഇന്നിപ്പോൾ അവിടെ ഒത്തിരി ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ടും പല മീറ്റിങ്ങുകളും അദ്ദേഹം നടത്തുകയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ ദൈവത്തിന് ആത്മ ഇടപെട്ടൊരു കാര്യമാണ് ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. ഞാൻ ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ദൈവാത്മ എന്തെങ്കിലും ഇടപെട്ടോ എന്ന് അവിടുത്തെ ദൈവദാസന് ഞാൻ പറഞ്ഞു. എന്നോട് ദൈവാത്മ ഈ ദൈവദാസനെ കുറിച്ച് എനിക്ക് അതിനെക്കുറിച്ച് പുള്ളിയെക്കുറിച്ച് ഒന്നും അറിയില്ല. പക്ഷേ പറയുന്നത് ദാവീദിനെ പോലെ ഒരു ശൗല് പിന്നാലെ കുന്തമായി നടന്നതുപോലെ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. പലരും കുത്താൻ വരുമ്പോൾ അവരോട് എതിർത്ത് നിൽക്കാതെ നീ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിപ്പോകുന്നുണ്ട്. ആ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറിപ്പോയിട്ട് എന്ന് വെച്ചാൽ അവരുടെ എതിർത്ത് നിൽക്കാതെ മാറി പലരും വിചാരിക്കാതെ പിടിപ്പുകേടാ, പലരും വിചാരിക്കാതെ അവരുടെ എന്താ പറയുക കഴിവില്ലായ്മ. പക്ഷെ അങ്ങനെ ഒഴിഞ്ഞു മാറും ദൈവത്തിന്റെ ആത്മ പറയുന്നുണ്ട്. ദാവീദിനെ ഓർത്തതുപോലെ ദൈവം ഓർക്കുമെന്ന്. ദാവീദ് അതുപോലെ ദൈവം ഈ കുറച്ച് നാളുകൾക്ക് ഈ ഒരു ബ്രാക്കറ്റ് പീരീഡും ദൈവം ശക്തമായി പുറത്തെടുക്കും. ഇപ്പോഴത്തെ ഈ ഒഴിഞ്ഞു മാറൽ പകരം ചെയ്യാതിരിക്കുന്ന മാറി നിൽക്കുന്നുണ്ട്. ഇതിന് ദൈവം ദാവീദിനെ ഓർത്ത് പോലെ തലമുറ ഓർക്കുമെന്ന് പറയുന്നു. ഇന്ന് അദ്ദേഹം ശുശ്രൂഷയുടെ മേഖല വളരെ ഇതായിട്ട് ശക്തനായി നിൽക്കുന്ന സമയത്ത് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ കണ്ടപ്പോഴും ദൈവത്തിന്റെ ആത്മ എന്നെ ഈ ആലോചന പെട്ടെന്ന് ഓർമ്മിപ്പിച്ചു. എന്ന് പറഞ്ഞു. കാരണം ദൈവം ഓരോ നമ്മൾ എന്താ ചെയ്യുന്നത് ദൈവം ഓർത്തു വെക്കും. ഹല്ലേലൂയ. ആ ദൈവം നമ്മളെ ശക്തമായിട്ട് പിന്നീട് ദൈവം ഈ നമ്മുടെ ഒരാളുടെ ചില ഇടത്തൊക്കെ നമ്മൾ ശരി പരാജയമായിട്ട് നമ്മൾ മിണ്ടാതെ മാറി നിൽക്കുമ്പോൾ നമ്മൾ ഒഴിഞ്ഞു നിൽക്കുമ്പോൾ, നമ്മളെ നിന്ദിക്കുമ്പോൾ, നമ്മളെ പരിഹസിക്കുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുത്തുമ്പോൾ, നമ്മളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി പറയുന്ന കത്തൊക്കെ നമ്മൾ വേദനയോട് അവരോട് എതിർക്കാതെ മാറി നിൽക്കുന്ന സമയത്ത് ഇത് ദൈവം ഇത് കണക്കെഴുതി വെക്കും. കാരണം അങ്ങനെ നമ്മൾ സഹിച്ചതിന് നമ്മൾ മാറി യേശു കർത്താവ് തന്നെത്താൻ താഴ്ത്തി വായ തുറക്കാതെ ഇരുന്നു. അവിടെയൊക്കെ കാണുന്ന ഏറ്റവും ഉയർത്തിയ പോലെ ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ചില നിന്ദകളും പരിഹാസങ്ങളൊക്കെ ദൈവം നമ്മുടെ തലമുറയുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാക്കി മാറ്റും. ഹല്ലേലൂയ. പക്ഷെ അവിടെയൊക്കെ നമ്മൾ എതിർത്ത് നിന്ന് നമ്മൾ അവരോടൊക്കെ വാദിച്ച് അതിനു വേണ്ടിയിട്ട് പിറുപിറുത്ത് ഞാൻ പറയും നമ്മുടെ ക്രിസ്തീയ ജീവിതം നമ്മുടെ കഷ്ടതയുടെ കാലത്ത് നമുക്ക് രണ്ട് രീതിയിൽ പോവാതെ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പോയതുപോലെ പിറുപിറുപ്പോടുകൂടി നമുക്ക് പോകാം. അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിൽ യേശു കർത്താവ് മിണ്ടാതിരുന്ന വായ തുറക്കാതെ മിണ്ടായിരുന്ന ആ ആട്ടിൻകുട്ടിയെ പോലെ നമുക്ക് മിണ്ടാതിരിക്കാം. അപ്പൊ അങ്ങനെയും പോവാം. രണ്ട് രീതിയിൽ നമുക്ക് ഇത് ഈ കഷ്ടതയുടെ കാലഘട്ടത്തെ എങ്ങനെ നമ്മളിത് പൂർത്തിയാക്കാം അതനുസരിച്ച് റിസൾട്ട്. കഷ്ടതയെ കൂടെ എന്തായാലും കടന്നുപോയേ പറ്റത്തില്ല. പിറുപിറുത്താലും കടന്നു പോകണം, മിണ്ടാതിരുന്നാലും സ്തോത്രം ചെയ്താലും കടന്നു പോകണം. അപ്പൊ സ്തോത്രം ചെയ്തുകൊണ്ട് കടന്നു പോകണം, അത് അനുഗ്രഹമായി പോകും. പിറുപിറുത്തോണ്ട് കടന്നു പോകണമെങ്കിൽ അത്
അനുഗ്രഹമാകത്തില്ല. ഇത് രണ്ട് രീതിയിൽ നമുക്ക് പൂർത്തിയാക്കാം. എങ്ങനെ വേണം നമ്മളാ തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ യേശു കർത്താവ് ഓരോ അത്ഭുതങ്ങൾ നിങ്ങളെടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. എന്താ ഈ കുരുടന്മാരെ കാഴ്ച കൊടുത്ത് നമുക്കറിയാല്ലേ, അവരുടെ ഈ ലോകത്തിന്റെ വെളിച്ചം അവര് കാണരുത് എന്ന് വിചാരിച്ചതാണ്. ഒരിക്കലും കാണാൻ കഴിയുമെന്ന് വിചാരിച്ചതല്ല. ഹല്ലേലൂയ. അവരുടെ കണ്ണുകളെ ദൈവം തുറന്നു കൊടുക്കുന്നു. ഈ ലോകത്തിന്റെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം നീ കേൾക്കരുതെന്ന് പറഞ്ഞ് അടച്ച കാതുകളെ ദൈവം തുറന്നു കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് പത്രോസിന്റെ പടകിലേക്ക് ആദ്യമായിട്ട് ചെയ്യുന്ന വെച്ചാൽ പടകിനെ നിറച്ചു കൊടുത്ത ദൈവത്തെ നമ്മൾ കാണുന്നത്. എന്താ, നീ എത്ര അധ്വാനിച്ചാലും എത്രയൊക്കെ നീ കഷ്ടപ്പെട്ടാലും നിന്റെ പടകിൽ ഒരു നന്മ കാണാൻ നിന്നെ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞ പിശാചി വെല്ലുവിളിച്ച വെല്ലുവിളി ദൈവം ഒറ്റ നിമിഷം കൊണ്ട് പൊളിച്ചു കൊടുത്തു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്ര അധ്വാനിച്ചാലും, എത്ര കഷ്ടപ്പെട്ടാലും, എത്ര ഓടിയാലും ഒരു നന്മ നമ്മൾ കാണാൻ സമ്മതിക്കാത്ത ഒരു മേഖലയുണ്ട്. അത് ഈ പ്രഭാതത്തിൽ ഞാൻ പറയാം, അതിന് നമ്മൾ പ്രാർത്ഥിച്ചു കയറണം. അത് പൊളിഞ്ഞു മാറും. നമ്മളോടൊക്കെ ജീവിതത്തിൽ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക, നീ എന്തൊക്കെ ചെയ്താലും റിസൾട്ട് ഞാൻ തരത്തില്ല. ഹല്ലേലൂയ. എത്ര അധ്വാനിച്ചാലും റിസൾട്ട് ഞാൻ തരത്തില്ല. രാത്രി മുഴുവൻ അധ്വാനിച്ചു. പത്രോസ് പറഞ്ഞ നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒരു മീൻ പേരിന് പോലും അതിനകത്തുണ്ടായിരുന്നില്ല. ശൂന്യമായ പടകോട് കൂടി. അവർ അധ്വാനിക്കാഞ്ഞിട്ടല്ല, അവർ ഓടാഞ്ഞിട്ടല്ല, അവർ ചെയ്യാഞ്ഞിട്ടല്ല. പലരും പറയും നമ്മളത്, പക്ഷെ അത് ചെയ്തിട്ടും ഒരു നന്മ കാണാൻ സമ്മതിക്കാത്ത അത് ഇന്ന് പലരുടെയും ദൈവമക്കളുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവെക്കുന്ന ഏറ്റവും വലിയൊരു തന്ത്രമാണ്. കാരണം നന്മയുണ്ടെങ്കിൽ ഇവനകത്ത് വിതയ്ക്കത്തില്ലേ, ഇവൻ പ്രയോജനപ്പെടുത്തില്ലേ, അവൻ ദൈവത്തിനുണ്ട് ഓടത്തില്ല. അപ്പൊ നന്മ കൊടുക്കാതിരുന്ന എവിടെയെങ്കിലും ഒതുക്കിയിരുത്താം. ഹല്ലേലൂയ. നന്മ വരേണ്ടുന്ന കരങ്ങളിലേക്ക് തരാതെ എത്ര അധ്വാനിച്ചിട്ടും ഒരു നന്മ കാണാൻ കഴിയാതെ നിൽക്കുന്ന ചില മേഖലകളുണ്ട്. ഇതിനെയാണ് കർത്താവ് വിളിച്ചത്. അല്ല കർത്താവ് പടകിന് നിറയ്ക്കാൻ വേണ്ടി വന്നതല്ല യേശു കർത്താവ്. പക്ഷേ യേശു കർത്താവ് കാണിച്ചു കൊടുക്കുന്ന മാതൃകയാണ്. പിശാചേ, നീ എത്രയൊക്കെ എന്റെ ജനത്തിന്റെ നന്മയെ നീ തടഞ്ഞു വെച്ചാൽ ഞാൻ വിചാരിച്ച ഒറ്റ നിമിഷം കൊണ്ട് അത് നിറയ്ക്കാൻ പറ്റും. അപ്പൊ നീ വിചാരിക്കുന്നത് നീ ഇത്ര നാളും തടഞ്ഞു വെച്ച ഞാനത് നിറയ്ക്കാതിരിക്കുന്നെങ്കിൽ അത് കഴിയാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ അവരെ ഒരു ട്രാക്കിലേക്ക് അല്ലെ ഒരു പർപ്പസിലേക്ക് ആ പടക് ശൂന്യമായിരുന്നതുകൊണ്ടാ കർത്താവ് യേശുക്രിസ്തുവിന്റെ പടകിനകത്ത് കയറാൻ പറ്റിയത്. ആ പടകിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയാൻ പറ്റിയത്. ജനത്തെ പ്രബോധിപ്പിക്കാൻ പറ്റിയത്. അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കാൻ പറ്റിയ ആത്മീയമായിട്ട്. അപ്പൊ ഈ ആത്മീയമായത് കൊടുക്കാൻ വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ കർത്താവ് ചിലപ്പോൾ അനങ്ങാതിരിക്കും. പക്ഷെ അത് കണ്ടുകൊണ്ട് പിശാചി സന്തോഷിക്കണ്ടേ, എന്നേക്കുമായി ഇവരുടെ പടകിനെ ശൂന്യമാക്കി കളയും, ഇവരുടെ അധ്വാനത്തെ നന്മ കാണാതാക്കി കളയാൻ ചിന്തിക്കണമെന്ന് ദൈവം കർത്താവ് അവിടെ കാണിച്ചു കൊടുക്കുക ചെയ്തത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇരിക്കുന്ന മേഖലകളെ എത്ര അധ്വാനിച്ചിട്ടൊന്നുമില്ല, ശൂന്യത മാത്രമാണ്. പക്ഷേ അവിടെ കർത്താവ് എന്തുകൊണ്ടാണ് ഈ ശൂന്യതയിലേക്ക് നമ്മൾ ഇരുത്തിയേക്കെന്ന് വെച്ചാൽ കർത്താവിന് നമുക്ക് തരേണ്ടതെന്ന് തരാൻ ആത്മീയമായിട്ട് ഇത് തന്നു കഴിയുമ്പോൾ കർത്താവ് ഒറ്റ നിമിഷം മതി ആ പടകിൽ നിറയ്ക്കാൻ പറ്റും. പക്ഷേ ആത്മീയമായി നമ്മൾ പ്രാപിച്ചാൽ മാത്രമേ പടക് നിറയത്തുള്ളൂ കേട്ടോ. പടക് നിറയ്ക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും അത് കേൾക്കാതെ ഓടിക്കൊണ്ട് വീണ്ടും അധ്വാനിക്കും. നമ്മൾ അധ്വാനിച്ചുകൊണ്ടേ ഇരിക്കും, പക്ഷെ ഒരു നന്മയും കാണത്തില്ല. അതുകൊണ്ട് നമ്മുടെ പടക് ശൂന്യമാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ പടക് ഇപ്പൊ ശൂന്യമാണ്, നമ്മൾ എത്ര അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കുന്നില്ല. കാരണം കർത്താവിന് എന്തോ നമുക്ക് തരാനാണ്. അത് നമ്മൾ എത്രയും വേഗത്തിൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പടകിനെ നിറയ്ക്കാൻ കർത്താവിന് വലിയ താമസമൊന്നും വേണ്ടെന്നേ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ട് ഒരു ദിവസം കൊണ്ട് 24 മണിക്കൂർ 10 പാട്ട് എഴുതി എന്നോട് ചോദിച്ചു, നിനക്ക് 10 മില്യൺ തരാൻ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ പറയും, ഇല്ല കർത്താവേ. കാരണം വെച്ചാൽ ദൈവത്തിന് 24 കൊണ്ട് എന്നെ കൊണ്ട് 10 പാട്ടുകൾ ഒരു സാഹിത്യപരമായിട്ട് ഒരു കഴിവില്ല എന്നെ കൊണ്ട് 10 പാട്ടുകൾ എഴുതിക്കാൻ കഴിയുമെങ്കിൽ കർത്താവിന് ഒറ്റ സെക്കൻഡ് കൊണ്ട് നമുക്ക് മില്യൺസ് തരാൻ പറ്റും. കർത്താവ് തരാതിരിക്കുന്ന കർത്താവിന് എന്തോ ഒരു പർപ്പസ് ഉണ്ട് അതിനകത്ത്. പിശാചിയായിരിക്കും നമ്മുടെ അടച്ചു. പക്ഷേ ഇവിടെയാണ് നമ്മൾ ആ പർപ്പസിലേക്ക് എപ്പോൾ കയറി വരുന്നു എത്രയും വേഗത്തിൽ നമ്മൾ അത്രയും വേഗത്തിൽ നമുക്ക് ദൈവത്തിന്റെ ദൈവം തുറന്നാൽ ഒറ്റ നിമിഷം മതി നിറയ്ക്കാനായിട്ട്. അപ്പൊ ശൂന്യമായിരിക്കുന്ന പടകാണെങ്കിൽ നമ്മളെ പടകിൽ നോക്കുകയാണ്, അയ്യോ ശൂന്യമാണല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ ഒരു വാക്കും അതെന്നറിയും. അപ്പൊ നമ്മൾ ഞാൻ കുറെ നമ്മുടെ ഇതിനകത്ത് അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുതങ്ങൾ ദൈവ കർത്താവ് ചെയ്തേക്കുന്ന അത്ഭുതങ്ങൾ എഴുതപ്പെട്ട എനിക്ക് 37 അത്ഭുതങ്ങൾ നല്ല ഇതായിട്ട് കിടക്കും. അപ്പൊ ഇതിനെ നമ്മൾ ഭവനത്തുള്ളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഭവനത്തുള്ള നടന്ന വിടുതൽ, പുറത്ത് നടന്ന സഭയ്ക്കുള്ളിൽ നടന്ന വിടുതൽ, ചർച്ചിനുള്ളിൽ നടന്ന പുറത്ത് നടക്കുന്ന വിടുതൽ, ഇങ്ങനെ പലതിനെ കുറിച്ച് നമ്മൾ കേൾക്കുക. ഓരോ കാര്യങ്ങൾ എല്ലാത്തിനും അതിന്റെ പിന്നിൽ ആത്മീയ അർത്ഥമുണ്ട് കർത്താവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സുവിശേഷങ്ങളിലൂടെ ഒക്കെ നമ്മൾ കർത്താവ് യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിലൂടെ ഒക്കെ നമ്മളൊന്ന് കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇതിന്റെയൊക്കെ
പിന്നിൽ കർത്താവ് യേശു ക്രിസ്തു തകർത്ത് കളഞ്ഞത് ചില അന്ധകാര മണ്ഡലങ്ങളുടെ ചില വെല്ലുവിളികളെയാണ് അവൻ ആ ദേശത്തിൽ, ആ രാജ്യത്ത്, അല്ലെങ്കിൽ ആ പ്രദേശത്ത്, അല്ലെങ്കിൽ ആ ജീവിതങ്ങളിൽ വെച്ചിരുന്ന ചില നുകത്തിയാണ് കർത്താവ് തകർത്തത്. അതുപോലെ നമ്മളും ഈ ദിവസങ്ങളിൽ ഓരോ ദിവസവും ആത്മാവിന്റെ പുതുക്കം പ്രാപിച്ച് നമ്മുടെ ജീവിതത്തിൽ ഇരിക്കുന്ന നുകങ്ങളെ തകർത്ത് കളയുന്നവരാണ്. നുകങ്ങൾ വെച്ചുകൊണ്ടിരുന്നിട്ട് എത്ര ആരാധിച്ചാലും ഒരു പ്രയോജനമില്ല. നമ്മൾ സ്വാതന്ത്ര്യത്തോടെ നുകങ്ങളെ തകർത്ത് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പിശാച് അവൻ പ്ലാൻ ചെയ്യുമ്പം അവന്റെ പ്ലാനിനെ അടിച്ച് തകർക്കുന്നവരായിരിക്കണം. അങ്ങനെ വേണം നമ്മൾ മുൻപോട്ട് പോകാനായിട്ട്. അതുകൊണ്ട് ഓരോ ദിവസവും നിങ്ങൾ അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ ഓരോ ദിവസവും പുതുക്കണം. ഓരോ ദിവസവും പുതിയ വീഞ്ഞ് തുരുത്തി ഒന്നും കൂടെ പുതുക്കി 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 പുതിയ വീഞ്ഞ് ശേഖരിച്ചുകൊണ്ട് വേണം മുൻപോട്ട് പോകാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ മുൻപോട്ട് ഓടാനായിട്ട് ഇന്ധനമില്ലാത്തവരായി പോലെ ആയിപ്പോ. അങ്ങനെ ആകരുത്. ഈ ദിവസങ്ങൾ ആത്മശക്തിക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആത്മശക്തിയെ പ്രാപിക്കണം. പ്രാർത്ഥിക്കണം. നിങ്ങൾ വ്യക്തിപരമായി നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കണം ഈ ദിവസങ്ങളിൽ. അതിനുവേണ്ടി ദൈവം എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.